ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമ്പളങ്ങ മോരുകറിയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അറിയുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ, അറിയുന്നവരൊക്കെ എല്ലാവരും ക്ഷമിക്കണേ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ വീട്ടിലാണ് എൻ്റെ മമ്മി എങ്ങനെ ഉണ്ടാക്കുന്നത് സെയിം അതുപോലെ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്കാണെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ഇത് മാത്രം മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് തന്നെ. അപ്പോൾ കുമ്പളങ്ങ കിട്ടാത്തതൊന്നും കാണത്തില്ല അല്ലേ, എല്ലായിടത്തും ഒരുവിധം കുമ്പളങ്ങ കിട്ടും. അപ്പോൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ നമ്മൾ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ മുഴുവൻ്റെ ആവശ്യമില്ല, പകുതി മതി കേട്ടോ. പകുതി വേറെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കത് കാണാം. അതിന് വേണ്ടിയായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അത്. അപ്പോൾ ഇതല്ല ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സാക്കി, ഒരു മീഡിയം ക്യൂബ്സാക്കി നമുക്ക് ഇത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എടുത്ത് ഇത് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കണേ. അപ്പം നമുക്കാണെങ്കിൽ ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് വെന്ത് പാകമായി വരുന്നവരെ, നിങ്ങൾക്ക് അങ്ങനെ അറിയുന്നില്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയി വരും കേട്ടോ. അപ്പോൾ ആ പാകമാകുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കാണെങ്കിൽ ഒരു മിക്സി ജാർ എടുക്കാനകത്ത് ഒരു 3-4 ചെറിയ ഉള്ളിയും പിന്നെ 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടി കുറച്ച് ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പാകത്തിന് നന്നായിട്ട് അരച്ച് എടുക്കണം. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കാണെങ്കിൽ പുളിയുള്ള തൈര്, 1 കപ്പ് പുളിയുള്ള തൈര് വേണേ എടുക്കാനും. പുളിയുള്ള തൈരാകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പാകത്രേ മതി. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വിളമ്പാനായിട്ട് ഞാൻ വേറൊരു കൂട്ടാനും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ അടുത്തായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ്, അത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്കിത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ ഇത് എന്തുവാന്ന്. കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് പാകത്തിനായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചില്ലായിരുന്നു, അത് അതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി തിളപ്പിക്കേണ്ട കേട്ടോ. ഒരു ചെറിയൊരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തൈര് ഉടച്ച് വെച്ച് നമ്മൾ ഒഴിച്ചാലേ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തൈര് ഉടച്ച് വെച്ചില്ലേ, അത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്കാണെങ്കിൽ ആ ജാറിൽ തന്നെ ഒരു ഇച്ചിരി വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇനിയാണെങ്കിൽ ഓൺ ചെയ്യാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ തിള വരണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി മാത്രം മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ സൈഡിൽ നിന്നൊക്കെ തിള വന്നു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. തിള വരാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. ഇതിന് വേണ്ടി നല്ലൊരു അടിപൊളി തടക്ക നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനകത്ത് വേണ്ടി തടക്കാപ്പേനകത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ടു 1/2 ടീസ്പൂൺ. അതിനുശേഷം 1/4 ടീസ്പൂൺ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 2 ചെറിയുള്ളി ഞാൻ അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളക് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി തടക്ക നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ മോര് കറിക്കകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.